നമസ്കാരം. സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഒരു തത്സമയ സംപ്രേഷണത്തിലേക്ക് നിങ്ങളെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ചടയമംഗലം സബ് രജിസ്ട്രാർ ഓഫീസ് ഉണ്ടായിരുന്ന സ്ഥലത്താണ്. ഇവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കെട്ടിടം പൊളിച്ചു മാറ്റിയിട്ട് കാലങ്ങളായി. എന്നാൽ നാളിതുവരെ ഇതിന് യാതൊരു പരിഹാരവും ഉണ്ടായില്ല. എന്നാൽ ഈ സ്ഥലം ഇപ്പോൾ ഒരു മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. ഗ്രീൻ സിറ്റി, ഗ്രീൻ കേരള എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇത് ചടയമംഗലം ജംഗ്ഷൻ്റെ ആണ്, അല്ലെങ്കിൽ ചടയമംഗലം ഹൃദയ ഭാഗത്താണ്. ഇതൊരു വന്യസങ്കേതമായി മാറുകയാണ്. ഇവിടെ വേസ്റ്റുകൾ കുന്നുകൂടി കിടക്കുന്നു. വളരെ അതുപോലെ മദ്യക്കുപ്പികൾ, ധാരാളം കുപ്പികൾ ഇതിനകത്ത് നിക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് പഞ്ചായത്ത് രജിസ്റ്റർ ഓഫീസർക്ക് നിയമപരമായി കത്ത് കൊടുത്തു. ഇത് ഈ പ്രദേശം വൃത്തിയാക്കണമെന്നും ഈ മാലിന്യങ്ങൾ മാറ്റണമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ അതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ കാലമത്രയും നടപടി സ്വീകരിക്കുകയോ അതിൽ ഇടപെടുകയോ ചെയ്തിട്ടില്ല. ഈ ചടയമംഗലത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഒരു വലിയ കാടും മരങ്ങളും വേസ്റ്റുകളും കുന്നുകൂടി കിടക്കുന്നത് എന്ന് ഓർക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകാൻ കഴിയില്ല. കാരണം അത്രയധികം മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുകളും ഒക്കെ ഒരു പരിധിവരെ ഞാൻ ഇന്ന് ഉള്ളിലേക്ക് കയറി നിങ്ങൾക്ക് ആ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. പൊട്ടിയ കുപ്പികളൊക്കെ ധാരാളം കിടക്കുന്നതുകൊണ്ട് ഇതിനകത്തേക്ക് കയറിപ്പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ അറിയേണ്ടത് ഒരു ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് ഇത്തരത്തിൽ ഒരു മാലിന്യ കൂമ്പാരവും ഒരു കാടും വളർന്ന് കിടക്കുന്നത്. വൻ മരങ്ങളൊക്കെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ കത്ത് കൊടുത്തു, ഞങ്ങൾ അറിയിപ്പ് കൊടുത്തു, നിയമ നടപടികൾ സ്വീകരിക്കും ഉടൻ തന്നെ. ഇത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും യാതൊരു തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അതിങ്ങനെ ഈ തരത്തിൽ കാടും മൂടി കിടക്കുന്നത്. അതുപോലെ ഇതിനകത്ത് മൊത്തം വേസ്റ്റുകളാണ്. ഇതിനകത്ത് നിൽക്കാൻ കഴിയില്ല. ചടയമംഗലത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഇത്തരത്തിൽ ഈ മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നത്. പിന്നെ മറു സൈഡിലേക്കൊക്കെ പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം പൊട്ടിയ കുപ്പികളും ഗ്ലാസുകളും അതുപോലെ പ്ലാസ്റ്റിക് കണ്ടല്ലേ, ഇതേപോലെ കുന്നുകൂടി ഇതിനകത്ത് കിടക്കുകയാണ്. പൊട്ടിയ കുപ്പികളൊക്കെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് അതിനകത്തേക്ക് കയറിപ്പോയി അതിൻ്റെ ഭീകരത പ്രേക്ഷകരിൽ എത്തിക്കാൻ കഴിയില്ല. ഇത് വളരെ അടിയന്തരമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊരു ചടയമംഗലം ടൗണിലാണ് ഒരു രജിസ്റ്റർ ഓഫീസ്, പൊതുജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമാകുന്ന ഒരു ഓഫീസ് നിലനിന്ന സ്ഥലത്താണ്. ഇന്ന് വാടക കെട്ടിടത്തിലാണ് നമ്മുടെ പഴയ LCJ ഹോസ്പിറ്റലിൻ്റെ നേരെ എതിർവശത്താണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. രജിസ്റ്റർ ഓഫീസുമായി രജിസ്ട്രേഷൻ കാര്യങ്ങളുമായി വരുന്ന ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ആ സ്ഥലമാണ് ഇതുപോലെ കാട് കൂടിക്കണം. ഇതിനകത്തൊക്കെ അകത്തോട്ട് കയറി നോക്കിയാൽ മുഴുവനും വളരെയധികം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ബന്ധപ്പെട്ട പഞ്ചായത്തിനോട് ഞങ്ങൾ ചോദിച്ചു, എന്താണ് ഇങ്ങനെ അതിനുശേഷമാണ് ഈ വാർത്തയിലേക്ക് ഞങ്ങൾ വരുന്നത്. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ
നിയമപരമായി അവർക്ക് അറിയിപ്പ് കൊടുത്തിരുന്നു. ഇത് എത്രയും പെട്ടെന്ന് ഇത് ഇവിടം വൃത്തിയാക്കണം, ഈ മാലിന്യ കൂമ്പാരങ്ങൾ മാറ്റണം, അതുപോലെ തന്നെ ഈ കാട് വെട്ടിത്തെളിക്കണം എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രാർ ഭാഗത്തു നിന്ന് അവരുടെ ഓഫീസിൽ നിന്നും യാതൊരുവിധ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി അടക്കം സാക്ഷി ടിവിയോട് പറയുകയുണ്ടായത്. ഇനി ഈ മഴക്കാലമാണ്. ഉടനെ ഈ ഒരു മാസം കൂടി കഴിഞ്ഞാൽ മഴക്കാലം വരികയാണ്. ഈ മഴക്കാലത്ത് ഈ വേസ്റ്റുകളെല്ലാം തന്നെ ഇങ്ങനെ കുന്നുകൂടി കിടന്ന് അതിൽ നിന്നും പലവിധ രോഗാണുക്കളുണ്ടായി സാധാരണക്കാരനെ രോഗികളാക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന തരത്തിലുള്ള ഭീകരമായ മാലിന്യ വസ്തുക്കളാണ് ഈ കോമ്പൗണ്ടിൽ കൊണ്ട് തള്ളിയിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. കുപ്പികൾ, പ്ലാസ്റ്റിക്കുകൾ എന്ന് വേണ്ട സർവത്ര മാലിന്യങ്ങളും ഇതിനകത്തുണ്ട്. ഇതിനകത്തോട്ട് തന്നെ അങ്ങ് ഉള്ളിലോട്ട് കയറിപ്പോയാൽ നമുക്ക് വളരെയധികം ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് അകത്തോട്ട് പോകാൻ യാതൊരു വിധമായും ഈ കാട് ഇങ്ങനെ മൂടി കിടക്കുന്നതുകൊണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പരിധിവരെ ഉള്ളിൽ നിന്നാണ് ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമ്മളൊക്കെ പ്രതികരിക്കാതിരുന്നാൽ, ഇത്തരത്തിലുള്ള അവസ്ഥകൾ വന്നാൽ, ഇനി ഈ മഴക്കാലത്ത് ഇതെല്ലാം ഇവിടെ കിടന്ന് പുതിയ തരം വൈറസുകളുണ്ടായി ഈ സാധാരണ ജനത്തിന് അതിഭീകരമായ മാരകമായ രോഗങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആയിരിക്കാം ഇതിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതിനകത്ത് മൊത്തം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പികളും ചപ്പുചവറ് എന്ന് വേണ്ട ഈ ലോകത്തെ മുഴുവൻ മാലിന്യങ്ങളും ഇതിനകത്തുണ്ട്. ഇത് കാട് മൂടി ഒരു വനമേഖലയായി ഇങ്ങനെ മാറി. ഇത് ചടയമംഗലത്തിന് ഹലോ പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കേവർക്ക് ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് ഈ തത്സമയ സംരക്ഷണത്തിൽ നിന്നും വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.